ദേവയാനി നയന ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് നയനയ്ക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കുമായിരിക്കും. ഇഷ്ടപ്പെട്ട പലഹാരങ്ങളെല്ലാം ദേവയാനി തയ്യാറാക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനാമികയും ജലജയും വരുന്നുണ്ട്. ജലജയാണെങ്കിൽ ദേവയാനിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി എപ്പോഴും എന്തിനാ ഈ അടുക്കള കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ഏതു നേരവും ഏട്ടത്തി അടുക്കളയിൽ തന്നെയാ. ജലജെ, അതിനെനിക്കൊരു പരാതിയില്ല. ഞാൻ അടുക്കളയിൽ എല്ലാവർക്കുള്ള ഭക്ഷണമല്ലേ തയ്യാറാക്കുന്നത്. അങ്ങനെ പറയേണ്ട വല്യമ്മ. വല്യമ്മ എപ്പോഴും തയ്യാറാക്കുന്നതേ ആ നായനയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയാ. അത് മോളുടെ തോന്നലാ. ഞാൻ അങ്ങനെയൊന്നുമല്ല തയ്യാറാക്കുന്നത്. ഞാൻ എന്തുണ്ടാക്കുമ്പോഴും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലേ തയ്യാറാക്കാറ്. മോൾ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നേ? പിന്നെ നായനയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അത് എൻ്റെ മോൻ്റെ കൂടെ അവൾ എപ്പോഴും ഉണ്ടാവാനായിട്ടാ. അവൾക്കിനി ഭക്ഷണ കാര്യത്തിൽ ഇവിടെ ഒരു പരിഗണനയും കൊടുക്കാതിരുന്ന അവളുടെ കാര്യം നോക്കിയിട്ട് അവളുടെ വീട്ടിലോട്ട് പോയാലോ? അപ്പം എൻ്റെ ആദർശനല്ലേ അത് സങ്കടാവുക. അതുകൊണ്ട് മാത്രം ഞാൻ അവൾക്കിഷ്ടപ്പെട്ട ഭക്ഷണവും ഇക്കൂട്ടത്തിൽ തയ്യാറാക്കുന്നത്. എന്തായാലും ഏട്ടത്തിയുടെ മാറ്റം അതെന്തായാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളെ ഇപ്പോൾ താങ്ങി നടക്കുന്നത് ഏട്ടത്തി തന്നെയാ. അവളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടും ഏട്ടത്തി എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അവള് പോണെങ്കിലങ്ങ് പോട്ടെ. ആദർശിനെ പോലൊരു പയ്യന് പെണ്ണ് കിട്ടാനാണോ പ്രയാസം? എന്തായാലും നല്ലൊരു കുടുംബത്തിന്ന് അവന് പെണ്ണ് കിട്ടും. അവള് പോണെങ്കിൽ പോട്ടെ ഏട്ടത്തി. ജാനകി, അതുപോലുള്ള സംസാരമൊന്നും വേണ്ട. ആദർശിന് നയനയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം നയനയില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇപ്പൊ തന്നെ ഏട്ടത്തിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതേ നയനയെയാണെന്നാ എനിക്ക് സംശയം. ആദർശ് എപ്പോഴും നയനയെ സപ്പോർട്ട് ചെയ്തിട്ടാ സംസാരിക്കുന്നത്. അത് ഏട്ടത്തിയോട് പോലും അങ്ങനെ തന്നെയല്ലേ സംസാരിക്കുന്നേ? ഏട്ടത്തിക്കിപ്പോ ആ പഴയ പോലത്തെ സ്ഥാനമൊന്നും ആദർശിന്റെ മനസ്സിലില്ലാന്നാ തോന്നുന്നേ. വേണ്ട, അത് ഞാൻ ആരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനൊന്നും ശ്രമിക്കുന്നില്ല. എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇന്നേ വരെ. എനിക്ക് തരേണ്ട പരിഗണനയും ആദരവും ഒക്കെ എനിക്ക് ആദർശ് തരുന്നുണ്ട്. അല്ലാതെ ഭാര്യയെപ്പോലെ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമാണോ? ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം. അതെൻ്റെ മോൻ എനിക്ക് തരുന്നുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോയാലേ അവൾക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടായാൽ ഏട്ടത്തിയുടെ സ്ഥാനം അവൻ്റെ മനസ്സിലേ കാണില്ല. വേണ്ട ജലജയെ, നീയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരെയാ കൂടുതൽ പരിഗണിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ഒക്കെ. ഒരു കുഞ്ഞൊക്കെ കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ആ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു വന്നവളാ ഞാനും നീയും എല്ലാവരും. അതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. നീ ഇനി അത് വളച്ചൊടിക്കാനൊന്നും നിൽക്കണ്ട. എനിക്കതിലൊന്നും ഒരു പരാതിയുമില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ അഭിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ കാണിക്ക്. അവന് ഒരു ഉത്തരവാദിത്വം ഇല്ല. അതൊക്കെ ഒന്ന് നന്നാക്കാൻ നോക്ക്. അല്ലാതെ എൻ്റെ കാര്യത്തിൽ നീ ഇനി ഇടപെടണ്ട. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതാണോ തെറ്റായത്? ഏട്ടത്തിയുടെ നല്ല കാര്യത്തിനാ ഞാനിതൊക്കെ പറഞ്ഞു തരുന്നേ. ദേ ജലജെ, നല്ലതേതാ ചീത്തതേതാന്നേ എനിക്കിപ്പോൾ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. നീ ആയിട്ട് ഇനി അതും ഇതൊന്നും പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കാനൊന്നും നോക്കണ്ട. എനിക്ക് കുറച്ച് പണിയുണ്ട്. നിങ്ങളാരും എന്നെ സഹായിക്കാൻ അടുക്കളയിലോട്ട് വരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനേ ഇനി നിങ്ങൾ അടുക്കളയിലോട്ട് വരണമെന്നില്ല എന്നും പറഞ്ഞ് അവരെയെല്ലാം ദേവയാനി പറഞ്ഞു വിടുന്നുണ്ട്. ദേ അനാമികേ, നിന്റെ വല്യമ്മയ്ക്കേ ചെറിയ മാറ്റമൊന്നുമല്ല. ഇപ്പൊ നയന എന്ന് വെച്ചാലേ ജീവനാണെന്നാ തോന്നുന്നേ. നമ്മളൊക്കെ എന്ത് കരുതുമെന്ന് കരുതിയിട്ടാ തോന്നുന്നു നമ്മുടെ മുൻപിൽ വെച്ച് അവളെ ഇടയ്ക്കൊക്കെ കുത്തി നോവിക്കാനും വഴക്ക് പറയാനൊക്കെ ശ്രമിക്കുന്നത്. ഇങ്ങനെ പോയാലേ നിനക്കിവിടെ ഒരു വിലയും കാണില്ല. ആ നയനയെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആദർശ് കൂടെ തന്നെയുണ്ട്. അതുപോലെയല്ല നിന്റെ കാര്യം. എനിക്ക് നിന്നെ കാണുന്നതേ വെറുപ്പാ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നോക്ക്. എങ്ങനെയെങ്കിലും അവനെ കയ്യിലെടുക്കാൻ നോക്ക്. ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത നിന്റെ വല്യമ്മ പോലും നിനക്കിപ്പോൾ സപ്പോർട്ടല്ല. അതാദ്യം മനസ്സിലാക്ക്. ഇനി പതിയെ പതിയെ നിന്റെ അമ്മായിയമ്മയും നിനക്കെതിരാവും. അതിനു മുൻപേ നീ അനിയെ കയ്യിലെടുത്ത് അവനെ നോക്കി നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ള ആ 3 ഷോറൂമും അവന്റെ പേരിലാക്കാൻ നോക്ക്. എന്നിട്ട് അവനെ കൂട്ടി നിങ്ങളിവിടുന്ന് വേറെ താമസിക്ക്. എന്നാലേ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവൂ. അല്ലെങ്കിൽ എപ്പോഴും ഈ നയനപുരാണവും ആദർശപുരാണവും കേട്ട് നിനക്കുള്ള കാലേ ഇവിടെ അവരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. അവര് വരയ്ക്കുന്ന വരയിൽ നിൽക്കേണ്ടി വരും നിനക്കും എനിക്കൊക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാ, വേണ്ട പോലെ നീ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. അങ്ങനെ ജലജ അനാമികയുടെ മനസ്സിൽ തീ കോരി ഇടുന്നുണ്ട്. അനാമിക ഇത് കേട്ട് ആകെ കൂടി ദേഷ്യത്തിലായിരിക്കും. എനിക്ക് തന്നോട് ഒരു തരി പോലും സ്നേഹമില്ല, പിന്നെ എങ്ങനെയാ ഇതൊക്കെ നടപ്പിലാക്കി എടുക്കുക എന്നായിരിക്കും അനാമിക ചിന്തിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആയിരിക്കും. മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങാവാറായില്ലേ? നല്ലൊരു ഡേറ്റ് കണ്ടെത്തി അതിഗംഭീരമായിട്ട് കഴിക്കണം. പുരോഹിതനെ കണ്ട് നല്ല ഡേറ്റൊക്കെ നോക്കണം. എന്തായാലും ആ കുട്ടിക്ക് ഒരു കുറവുണ്ടാവരുത്. അബിയുടെയും ജലജയുടെയും കാര്യം നിനക്കറിയാവുന്നതല്ലേ?
അതുകൊണ്ട് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മുൻപിൽ നിന്ന് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് വരുന്ന പേരക്കുട്ടിയാ. അതെ, പാവം കുട്ടിയാ. അവളിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അവളുടെയും കുഞ്ഞിൻ്റെയും പേരിൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് അവർക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. അപ്പിയുടെ കാര്യം നോക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താ ഒരു സമാധാനമുള്ളത്. ശരിയാ, ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം. ഇനിയിപ്പോൾ കുഞ്ഞും പിറക്കാൻ പോവുകയല്ലേ. എത്രയും വേഗം അക്കാര്യങ്ങളൊക്കെ ചെയ്യണം. 7ാം മാസത്തിൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ അതൊക്കെ ചെയ്തിട്ട് വേണം മോളെ പറഞ്ഞു വിടാൻ. ഭാവിയെക്കുറിച്ച് ഒരിക്കലും ആ കുട്ടിക്കൊരു സങ്കടം ഉണ്ടാവരുത്. ഇനിയിപ്പോൾ ആദർശിൻ്റെയും നയനയുടെയും കാര്യത്തിലാ എനിക്ക് കുറച്ച് സങ്കടം. അതെന്തിനാ സങ്കടം? അവർ നല്ല രീതിയിലല്ലേ ഇപ്പം മുന്നോട്ട് പോകുന്നത്. ആദർശാണെങ്കിൽ നയനയെ ഇപ്പം നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട്. ദേവയാനിക്കും മാറ്റങ്ങളൊക്കെ ഉണ്ട്. നയനമോളോട് നല്ല രീതിയിൽ തന്നെയാ ദേവയാനിയും പെരുമാറുന്നത്. അതല്ലടോ, അവർക്കൊരു കുഞ്ഞു വേണ്ടേ? ഇങ്ങനെ പോയാൽ മതിയോ? അവരെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. നവ്യയുടെ കല്യാണത്തിന് മുൻപെയാ അവരുടെ കല്യാണം നടന്നത്. ആ സമയത്തൊന്നും അവർ തമ്മിൽ വലിയ ഇഷ്ടമായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ല അവർ സ്നേഹിക്കാൻ തുടങ്ങിയത്. എൻ്റെ കണ്ണടയുന്നതിന് മുൻപേ ആദർശിൻ്റെ കുട്ടിയെ എനിക്ക് കാണണം. അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത്. അവർക്ക് എത്രയും വേഗം കുഞ്ഞുണ്ടാവും. നിങ്ങളിനി അത് പറഞ്ഞ് സങ്കടപ്പെടണ്ട എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് ആദർശവും നയനയും ഓഫീസിൽ നിന്ന് തിരികെ എത്തുന്നതാണ്. ആദർശനും നയനയ്ക്കുമായിട്ട് പലഹാരങ്ങളെല്ലാം തയ്യാറാക്കി കാത്തിരിക്കുമായിരിക്കും ദേവയാനി. അങ്ങനെ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഓഫീസ് സമയം കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായില്ലേ, നീ എന്താ ഇങ്ങോട്ട് വരാൻ ഇത്ര ലേറ്റ് ആയത്? ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വരുന്നേ? ഇല്ലമ്മേ, അതൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചായ കുടിക്കാമെന്ന് പറഞ്ഞാലും ഇയാൾ സമ്മതിക്കില്ല. അമ്മ ഇവിടെ ചായ ഉണ്ടാക്കി കാത്തിരിക്കുകയെന്ന് ഇയാൾ പറയും. അതുകൊണ്ട് പുറത്തുനിന്നൊന്നും ഒന്നും കഴിക്കാറില്ല. എന്നാൽ രണ്ടുപേരും വാ, ഞാൻ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ചൂടോടെ തന്നെ കുടിക്കേ എന്നും പറഞ്ഞ് ആദർശനെയും നയനയെയും വിളിക്കുന്നുണ്ട്. രണ്ടുപേരും ഡൈനിങ് ടേബിളിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പലഹാരങ്ങൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇത് കാണുന്ന നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ ഇത്രയേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? നിനക്ക് കഴിക്കാൻ നീ കഴിക്കുക. എനിക്കിതൊന്നും വേണ്ട അമ്മേ. എനിക്കിപ്പോൾ ഭക്ഷണത്തോടൊന്നും തീരെ താല്പര്യമില്ല. ഞാനുണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ നീ കഴിക്കാത്തെ? അതുകൊണ്ടാണോ നിനക്ക് ഭക്ഷണത്തിനോട് താല്പര്യമില്ലാത്തേ? ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ പുറത്ത് ഭക്ഷണം കഴിച്ചോ. ഇനി ഞാനുണ്ടാക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ. അയ്യോ അമ്മേ, അതൊന്നുമല്ല. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ല, അതുകൊണ്ടാ. അങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. പലഹാരങ്ങളൊന്നും നയന കഴിക്കുന്നുണ്ടായിരിക്കില്ല. നയന ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആദർശേട്ടാ, എനിക്കെന്തോ വല്ലാത്ത തലവേദനയും തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഞാനൊന്ന് റൂമിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ് നയന എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. പെട്ടെന്ന് നയന അവിടെ തളർന്നു വീഴുന്നുണ്ട്. ഇത് കണ്ട് ദേവയാനി ഓടി ചെല്ലുന്നുണ്ട്. ആദർശേ, നയനയ്ക്കെന്തോ വയ്യാന്ന് തോന്നുന്നു, വേഗം ഡോക്ടറെ വിളിക്ക്. ആദർശ് അങ്ങനെ നയനയെ റൂമിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ വിവരം അറിയിക്കുന്നുണ്ട്. ഡോക്ടർ നയനയെ പരിശോധിക്കാനായിട്ട് വരുന്നു. നയനയ്ക്കാണെങ്കിൽ ബോധം വന്നു കാണില്ല. ഡോക്ടർ എല്ലാവരോടും പുറത്തിറങ്ങി നിൽക്കാൻ പറയുന്നു. അങ്ങനെ നയനയെ പരിശോധിക്കുകയാണ്. അങ്ങനെ ദേവയാനിയെയും ആദർശിനെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ ഉള്ളിലോട്ട് വിളിക്കുന്നുണ്ട്. ഡോക്ടർ അങ്ങനെ ആ സന്തോഷ വാർത്ത എല്ലാവരോടായി പറയുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്താ ഡോക്ടറെ പെട്ടെന്ന് തല കറങ്ങി വീണത്? അത് ഒരു സന്തോഷ വാർത്തയുണ്ട്. ദേവയാനി ഒരു മുത്തശ്ശിയാവാൻ പോവാ. ഇത് കേട്ട് ദേവയാനി വല്ലാത്ത സന്തോഷത്തിലായിരിക്കും. ദേവയാനി മാത്രമല്ല, ആദർശും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ. എന്നാ ഇത് കേട്ട് വല്ലാത്ത ഷോക്കിലാണ് അനാമികയും ജലജയൊക്കെ നിൽക്കുന്നത്. ഇതറിഞ്ഞ ദേവയാനിക്ക് നയനയോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ട്. നയനയുടെ അടുത്തിരുന്ന് നയനയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതാണ് ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നേ അല്ലേ? എന്തായാലും ദേവന്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ ദേവയാനി പറയുന്നു. ഇത് കേട്ട് ആകെക്കൂടി ഷോക്കിലാണ് അനാമിക നിൽക്കുന്നത്. അപ്പോൾ വല്യമ്മ പുറമേ കാണിക്കുന്ന ദേഷ്യമൊക്കെ വെറും നാടകമാണ് എന്ന് അനാമികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്.